ഞാൻ വല്ലാതെ ധൃതി കാണിച്ചല്ലോ. നിങ്ങൾ അല്ലേലും ഇങ്ങനെയാ. ഈ ഇടയായിട്ട് എല്ലാത്തിനും ഭയങ്കര ധൃതി കാണിക്കുന്നുണ്ട്. കുറച്ചു നാളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്ഷമ തീരെയില്ല. ഇന്നലെ പോലും ആന്റി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ നിങ്ങൾ ഇടയിൽ കയറി സംസാരിച്ചില്ലേ? ഒരു നിമിഷം നിന്റെ ക്ഷമ നശിച്ചതുകൊണ്ട് എത്ര മോശമായ കാര്യങ്ങളാണ് നിന്റെ ചുറ്റും സംഭവിച്ചതെന്ന് കണ്ടില്ലേ? ഏതൊരു കാര്യത്തിലും സാവധാനത വേണം. ക്ഷമയോടുകൂടി പ്രവർത്തിക്കണം. ക്ഷമയും സാവധാനതയും വേണം. ധൃതി പിടിച്ച് യാതൊരു തീരുമാനവും എടുക്കരുത്. ജോലി സ്ഥലത്ത് കർത്താവ് നമുക്ക് തന്ന ജോലിയിൽ വളരെ ക്ഷമയോടും സാവധാനതയോടും കൂടി ജോലി ചെയ്യണം. അങ്ങനെ നമ്മൾ കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണം. പ്രിയപ്പെട്ട നല്ല വീട് പ്രേക്ഷകർക്ക് യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ ഞങ്ങളുടെ ആശംസകൾ അറിയിക്കുന്നു. വീണ്ടും ഈ നല്ല വീട് എന്ന പരിപാടിയിലൂടെ നിങ്ങളെ കാണുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. കർത്താവ് വാഗ്ദത്തം നൽകിയ ഉണർവിലേക്കാണ് നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഉണർവ് നമ്മുടെ രാജ്യത്ത് വരണമെന്നുണ്ടെങ്കിൽ ഒന്നാമതായി ഓരോ വ്യക്തിക്കും ഉണർവുണ്ടാകേണ്ടതാണ്. രണ്ടാമതായി കുടുംബങ്ങളിൽ ഉണർവുണ്ടാകേണ്ടതാണ്. ഈ ഒരു ഉന്നതമായ ലക്ഷ്യത്തോടുകൂടിയാണ് ഈ നല്ല വീട് എന്ന പരിപാടിക്കായി കർത്താവ് അനുഗ്രഹിച്ചിരിക്കുന്നത്. ഓരോ ആഴ്ചയും സംപ്രേഷണം ചെയ്യപ്പെടുന്ന ഈ പരിപാടിയിലൂടെ ദൈവം കുടുംബങ്ങളിൽ വൻ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനേകം കുടുംബങ്ങളെ അനുഗ്രഹിച്ചിട്ടുമുണ്ട്. അതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ പരിപാടിയിലൂടെ ദൈവം നിങ്ങളെ സമീപിച്ച് നിങ്ങളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുതന്നെയായാലും ദൈവത്തിന് അതെല്ലാം മാറ്റാനുള്ള ശക്തിയുണ്ട്. അത് ധ്യാനിച്ച് ഓരോ ദിവസവും നാം അവനോട് പ്രാർത്ഥിക്കേണ്ടതാണ്. ഇപ്പോൾ നമുക്ക് ജ്യോതി ചേച്ചി എന്ന ലഘുനാടകം കാണാം. ചേച്ചി എന്താ പറ്റിയേ? മുഖം എന്താ വല്ലാതെ ഇരിക്കുന്നെ? നിങ്ങളിന്ന് ടിഫിൻ ബോക്സ് കൊണ്ടുപോയില്ലല്ലോ. ഇത് ആരുടെയാ? നീ ഒന്ന് ചുമ്മാ ഇരുന്നേ. വീണ്ടും അതെന്നെ ഓർമ്മിപ്പിക്കുകയാണോ? ഞാനാണെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കുക. എന്താ പറ്റിയേ? എന്താ സംഭവിച്ചേ? ഞാൻ ഓഫീസ് കഴിഞ്ഞ് വരുമ്പോൾ കതിര് ഫോൺ ചെയ്തിരുന്നു. പറയടാ കതിരെ. ഗണേഷ്, സോറി, നാളെ എൻ്റെ മോളെ ബർത്ത്ഡേയാ. കേക്ക് വാങ്ങിക്കാൻ ഞാൻ മറന്നുപോയി. നമ്മുടെ ഓഫീസിനടുത്തുള്ള ആ കേക്ക് കടയിൽ കേക്ക് നന്നായിരിക്കും. ഞാൻ ഇപ്പോഴാണ് വീട്ടിലേക്ക് വന്നത്. പ്ലീസ് ഡാ, എനിക്ക് 1 കിലോ ഐസ് കേക്കും ഒരു 10 പീസ് ബ്ലാക്ക് ഫോറസ്റ്റും വാങ്ങിച്ചോണ്ട് വരാൻ പറ്റുമോ? ശരിയടാ, ഞാൻ ആ ബേക്കറിയുടെ അടുത്ത് ഇതുവരെ എത്തിയില്ല. ഞാൻ വാങ്ങിട്ട് വരാം. വളരെ നന്ദി. അതിനെന്തിനാ നിങ്ങൾക്ക് ഇത്രയും ദേഷ്യം? നിക്കടി, ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. കദീർ, ഡാ ഗണേഷേ, അകത്തോട്ട് വാ. ഹായ് ഡാ. വളരെ നന്ദി. സോ നൈസ്. ഇരിക്കടാ. ഇരിക്കേ. ദാ നമ്മുടെ ഗണേഷ് വന്നിരിക്കുന്നു. കോഫി എടുത്തോണ്ടോ? കൊണ്ടുവരാം. സുഖായിരിക്കുന്നു? ഓ, സുഖം തന്നെ. ഇരിക്കൂ, കാപ്പി കുടിക്കൂ. ഈ കേക്ക് ഗണേഷ് വാങ്ങിച്ചോണ്ട് വന്നാ അത് കൊണ്ടുപോയി. ശരി. ഡാ ധൃതി പിടിക്കാതെ കുടിക്കടാ. എവിടെങ്കിലും അർജന്റായിട്ട് പോണോ?
ശരി എന്നാ ഞാൻ ഇറങ്ങട്ടെ. എടാ ഇരിക്കടാ, എന്തിനാ ധൃതി പിടിച്ച് ഇരിക്കേ, ഞാനിപ്പോ വരാം. എന്നാടാ, ഇതിലെന്റെ ഭാര്യ ചെയ്ത അലുവയുണ്ട്, വീട്ടിലെടുത്തോണ്ട് പോയിട്ടേ രണ്ടുപേരും കഴിച്ചോ കേട്ടോ. എന്ത് അലുവയോ? അപ്പൊ എന്റെ കേക്കിന്റെ കാശ്? ഇവനെനിക്ക് അലുവ തന്നെ പറ്റിക്കാനുള്ള പരിപാടിയാണോ? എന്താടാ ആലോചിക്കുന്നേ? നീ പേടിക്കണ്ടടാ, ഇവള് ചെയ്യുന്ന അലുവ വളരെ നന്നായിരിക്കും കേട്ടോ. അങ്ങനെയൊന്നുമില്ലടാ. ശരി, ഞാൻ വരട്ടെ സിസ്റ്റർ. ശരി ആ ശരി, ബൈ. ശരി. ആർക്ക് വേണോ അലുവ? 1600 രൂപ ഞാൻ ചെലവാക്കിയിട്ടുണ്ട്. അവനത് തരുമെന്ന് വിചാരിച്ചപ്പോ അവൻ എനിക്ക് അലുവയാണോ തരുന്നത്? അതൊക്കെ വിട്ടേക്ക്, നാളെ ഓഫീസിൽ വെച്ച് തരാനായിരിക്കും. ഇതിനൊക്കെ ആരെങ്കിലും ടെൻഷൻ ആകുമോ? ശരി വാ, നമുക്ക് ഹൽവ കഴിക്കാം. എന്താ ഇത്? ഇതിനകത്തൊരു പേപ്പർ ഉണ്ടല്ലോ. പേപ്പറോ? ഗണേഷ്, നീ വാങ്ങിക്കൊണ്ടുവന്ന കേക്കിന് നീ കാശ് വാങ്ങിക്കില്ലെന്ന് എനിക്ക് അറിയാം. അത് മാത്രമല്ല, എന്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് തന്ന് നിന്നെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നേരെ തന്ന നീ വാങ്ങിക്കില്ലെന്ന് കരുതി ടിഫിൻ ബോക്സിന്റെ അകത്ത് വെച്ചത്. നീ എടുത്തോളൂ. നാളെ ബാലൻസ് എമൗണ്ട് തിരിച്ചു തന്ന് എന്നെ നീ ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ വല്ലാതെ ധൃതി കാണിച്ചല്ലോ. നിങ്ങൾ അല്ലേലും ഇങ്ങനെയാ. ഈ ഇടയായിട്ട് എല്ലാത്തിനും ഭയങ്കര ധൃതി കാണിക്കുന്നുണ്ട്. കുറച്ചു നാളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്ഷമ തീരെയില്ല. ഇന്നലെ പോലും ആന്റി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ നിങ്ങൾ ഇടയിൽ കയറി സംസാരിച്ചില്ലേ? ഏട്ടാ, നമുക്കൊരു കുഞ്ഞിനെ ദത്തെടുത്താലോ? എന്താ ആലോചിക്കുന്നെ? അതെ, ഞാൻ ചോദിച്ച കേട്ടില്ലേ? എന്താ ആലോചിക്കുന്നെ? എന്താ നിനക്ക് ഇങ്ങനെ പെട്ടെന്ന് തോന്നാനായിട്ട്? അത് പിന്നെ നമ്മളും വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ കാലമായില്ലേ, അതുകൊണ്ടാ. നോക്ക്, ധൃതി പിടിക്കണ്ട, നമുക്ക് കുറച്ചാളൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. വെയിറ്റ് ചെയ്തതൊക്കെ മതി. ഞാൻ പറയുന്നത് കേൾക്ക്, അത്രേ ഉള്ളൂ. നോക്ക്, നീ ഇതെന്തോ ധൃതി പിടിച്ചിരിക്കുന്ന തീരുമാനം പോലെ തോന്നുന്നു. എനിക്കിതങ്ങോട്ട് ശരിയായിട്ട് തോന്നുന്നില്ല. നീ ഒന്നുകൂടെ ആലോചിക്കേ. ധൃതി പിടിക്കാതെടാ, നീ ഒന്ന് സമാധാനപ്പെട്. നല്ലപോലെ ആലോചിച്ചിട്ട് തീരുമാനം എടുക്കേ. ഇതിൽ ആലോചിക്കാൻ എന്താ ഉള്ളത്? നോക്ക്, എനിക്കൊരു ജോലി ഇല്ലാതെ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയൂ. പക്ഷെ നീ ഇപ്പോഴുള്ള ജോലിയും വിടാൻ പോവാണെന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ജോലി ഇഷ്ടപ്പെട്ടില്ലെന്നർത്ഥം. സാറിന് ജോലി എന്തുകൊണ്ട് ഇഷ്ടപ്പെടാത്തേ? ശമ്പളം കുറവാ, ജോലിയാണെങ്കിൽ വളരെ കൂടുതലും. ഞായറാഴ്ച മാത്രമേ നിന്നോട് ഇങ്ങനെ സംസാരിക്കാൻ പോലും പറ്റൂ. എന്നിട്ട് ഞായറാഴ്ചയും ജോലിയാണെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാടാ? നിന്റെ അവസ്ഥ എനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും ധൃതി പിടിക്കാൻ പാടില്ല എന്ന് നീ മനസ്സിലാക്കണം. സമാധാനമായിട്ട് സാവകാശം ആലോചിക്കണം. സാറ് കുറെ ആലോചിച്ചെന്ന് തോന്നുന്നു. നീ കളിയാക്കിയാലും ഇല്ലെങ്കിലും അതാണ് സത്യം സുരേഷ്. ഞാൻ സൂയിസൈഡിന് ശ്രമിച്ച ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ജ്യോതി ചേച്ചിയോട് സംസാരിച്ചായിരുന്നു. നോക്ക് രമേശ്, നിന്റെ എടുത്തുചാട്ടം കാരണം നിന്റെ ഭാവിയാ നശിപ്പിക്കാൻ നോക്കിയത്. ഇപ്പൊ കണ്ടില്ലേ, ഇവൻ സൂയിസൈഡിന് അറ്റംപ്റ്റ് ചെയ്തതാ. ഇവൻ ആരെങ്കിലും പെണ്ണ് കൊടുക്കുമെന്ന് എല്ലാരും ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു നിമിഷം നിന്റെ ക്ഷമ നശിച്ചതുകൊണ്ട് എത്ര മോശമായ കാര്യങ്ങളാ നിന്റെ ചുറ്റും സംഭവിക്കുന്നെന്ന് കണ്ടില്ലേ? ഈ അടുത്തും നീ ഏത് പെണ്ണായാലും സാരമില്ല, പ്രായം അല്പം കൂടിയാലും കുഴപ്പമില്ല, കല്യാണം കഴിച്ചോളാന്ന് നിന്റെ അമ്മയോട് നീ പറഞ്ഞത് കേട്ടല്ലോ. രമേശ്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേക്ക്. നീ വീണ്ടും ആവേശം കാണിക്കുക. നീ എടുത്തു ചാടുകയാ. യാന്ത്രികമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എല്ലാം വേഗം നടക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അത് നടക്കാതെ വരുമ്പോൾ നമ്മൾ ധൃതി പിടിക്കുന്നു. ബൈബിളിലെ സാറയെ പോലെ ആവേശപ്പെട്ടിട്ട് പിന്നീട് പശ്ചാത്തപിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല രമേശ്. നീ ക്ഷമയോടെ ഇരിക്കെ. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ, നന്നായി പ്രാർത്ഥിക്ക്. നല്ലൊരു ജീവിത പങ്കാളിയെ നിനക്ക് തീർച്ചയായും കിട്ടും. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ ഇങ്ങനെ ധൃതി പിടിക്കല്ലേ. ഞാനും ധൃതി പിടിച്ചിരുന്നെങ്കിൽ ഈ കഥ പറയാൻ ഞാനുണ്ടാവില്ലായിരുന്നു. ജ്യോതിയൊക്കെ എനിക്കൊരു കാര്യം പറഞ്ഞു തന്നു. അതിൽ ഞാൻ യേശുവിൻ്റെ ക്ഷമയെപ്പറ്റി മനസ്സിലാക്കി.
അദ്ദേഹം ഭയങ്കര ക്ഷമാശീലായിരുന്നു. സുരേഷ്, നിന്റെ ഓഫീസിൽ നിനക്കുള്ള അംഗീകാരം എത്രയും പെട്ടെന്ന് തന്നെ ലഭിക്കും. ശമ്പളവും കിട്ടും. നീ ധൃതി പിടിക്കാതെ പ്ലീസ്. ശരിടാ, ധൃതി പിടിക്കാതെ ഒന്ന് ക്ഷമയോടിരിക്കാം. എന്നാ വാ പോവാം. ചേച്ചി, ഞങ്ങൾ എന്തായാലും ഒരു കുഞ്ഞിനെ ദത്തെടുത്തോട്ടെ ചേച്ചി. ദത്തെടുക്കാം, അതിൽ തെറ്റില്ല. അതിന് നിങ്ങൾക്ക് എന്താ ഇത്ര ധൃതി? ഇവരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല ചേച്ചി. നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, അത്രയ്ക്കും പ്രായവും ആയിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ ഇത്ര ധൃതി പിടിക്കുന്നത്? വേദപുസ്തകം പറയുന്നത് നിനക്കറിയാമല്ലോ. വാഗ്ദത്തം നൽകിയിട്ടുള്ളത് നേടുന്നതിനായി ക്ഷമാശീലം നിങ്ങൾക്കുണ്ടായിരിക്കണം മാലതി. യേശു തീർച്ചയായും നിങ്ങൾക്കൊരു കുഞ്ഞിനെ തരും. നീ ഇങ്ങനെ ആവേശം കാണിച്ച് ആ അനുഗ്രഹം നഷ്ടപ്പെടുത്തി കളയരുത്. അല്ല ചേച്ചി, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. എല്ലാരും എന്നെ പരിഹാസത്തോടെ നോക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ശരി മാലതി, നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ നിങ്ങളൊരു കുഞ്ഞിനെ ദത്തെടുത്തെന്നിരിക്കട്ടെ. നാളെ പിറ്റേന്ന് നിങ്ങളുടെ കുഞ്ഞിനെ നീ ഗർഭം ധരിക്കുകയാണെങ്കിൽ നീ ഏത് കുഞ്ഞിനെ ആയിരിക്കും സ്നേഹിക്കുക? സങ്കീർത്തനങ്ങൾ 40:1 എന്താണ് പറയുന്നതെന്നറിയാമോ? യഹോവയ്ക്കായി ഞാൻ കാത്തിരുന്നു, അവൻ എങ്കലേക്ക് ചാഞ്ഞു, എന്റെ നിലവിളി കേട്ടു. നീ ധൃതി പിടിക്കരുത്. നിന്റെ ദുഃഖവും സങ്കടവും എല്ലാം എനിക്ക് നന്നായി അറിയാം. എങ്കിലും ഒരു ചേച്ചി എന്ന നിലയ്ക്ക് ഞാൻ നിന്നെ ഉപദേശിക്കുന്നത് എന്താന്ന് വെച്ചാ, ധൃതി പിടിക്കരുത് മാലതി. മാലതി, വേദപുസ്തകത്തിൽ ധൃതി പിടിച്ച് അനുഗ്രഹം നഷ്ടപ്പെടുത്തിയിട്ടുള്ള എത്രയോ പേരെ കാണാൻ കഴിയും. സാറയ്ക്ക് ക്ഷമയില്ല, ആവേശം കാണിച്ചു. ശൗലിന് ക്ഷമയില്ലായിരുന്നു, ധൃതി പിടിച്ച് എടുത്തു ചാടി. എന്നിട്ടോ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെല്ലാം രണ്ടുപേരും നഷ്ടപ്പെടുത്തി. നീയും അങ്ങനെ ആകരുത് മാലതി. നിങ്ങൾ രണ്ടുപേരും നന്നായി ആലോചിച്ച് വ്യക്തമായ ഒരു തീരുമാനത്തിലെത്ത്. കേട്ടല്ലോ? ഞാൻ ഇറങ്ങട്ടെ. വരട്ടെ രഞ്ജിത്ത്. ദേ നോക്ക്, ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് നടന്നേ പറ്റൂ. ജ്യോതി ചേച്ചി എന്ന നാടകം കണ്ടില്ലേ? അത് തീർച്ചയായും നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അടുത്തതായി നിങ്ങളുടെ കുടുംബങ്ങളുടെ അനുഗ്രഹത്തിനായി ദൈവ സന്ദേശം നൽകി പ്രാർത്ഥിക്കുന്നതിനായി സഹോദരി തയ്യാറായിരിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവ സന്ദേശം കേൾക്കുക. നിങ്ങളും ദൈവത്തിന്റെ അനുഗ്രഹം സ്വന്തമാക്കുക. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹാശംസകൾ അറിയിച്ചുകൊള്ളുന്നു. ദൈവം ഇന്ന് ഈ ഒരു പരിപാടിയിലൂടെ നിങ്ങളോട് സംസാരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമുക്ക് സങ്കീർത്തനങ്ങൾ 40:1 നോക്കാം. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കലേക്ക് ചാഞ്ഞു, എന്റെ നിലവിളി കേട്ടു. നല്ല ഒരു പരിപാടിയാണ് നമ്മൾ കണ്ടത്. അത് നമുക്കെല്ലാവർക്കും വളരെ പ്രയോജനപ്രദമായിരുന്നിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗണേഷ് എന്നു പേരുള്ള ഒരു സഹോദരൻ ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് അദ്ദേഹത്തിന്റെ ഫ്രണ്ട് വിളിച്ച് എനിക്ക് കേക്ക് വാങ്ങിച്ചുകൊണ്ട് വരണം എന്ന് പറയുന്നു. അങ്ങനെ ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന് സുഹൃത്തിന് കൊടുക്കുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ തന്റെ ഭാര്യയെ സുഹൃത്ത് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. പിന്നീട് ഗണേഷ് വീട്ടിലെത്തിയപ്പോൾ ഭാര്യയോട് പറഞ്ഞു, ആ കേക്കിന് അവൻ പൈസ തന്നില്ല, ഒന്ന് ചോദിച്ചതുപോലും ഇല്ലെന്ന് വളരെ വിഷമത്തോടുകൂടി ഭാര്യയോട് പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഒരു സാധനം ഒരാൾക്ക് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും ആരും തന്നെ കാശ് തരാതിരിക്കുകയില്ല. ഒരുപക്ഷെ അവർ മറന്നുപോയാലും വീണ്ടും കർത്താവ് ഓർമ്മിപ്പിച്ച് ആ പണം നമ്മുടെ കയ്യിൽ എത്തിക്കാൻ കർത്താവ് സഹായിക്കും. നമ്മൾ എല്ലാ കാര്യത്തിലും ക്ഷമയോടെ ഇരിക്കണം. ഒരുപാട് ആവേശപ്പെടരുത്. ക്ഷമയോടെ സമാധാനത്തോടെ കാര്യങ്ങൾ ചെയ്യണം. ആ സഹോദരൻ ഒരുപക്ഷെ മറന്നുപോയതായിരിക്കും. വീട്ടിൽ വന്നിട്ട് ആ സഹോദരന്റെ ഭാര്യ ടിഫിൻ ബോക്സ് തുറന്നു നോക്കിയപ്പോൾ അതിനുള്ളിൽ ഒരു കത്തും അതിനോടൊപ്പം തന്നെ അദ്ദേഹം വാങ്ങിച്ചു കൊടുത്ത കേക്കിനുള്ള കാശും
ഉള്ളതായിട്ട് കാണുന്നു. അയ്യോ, ഞാൻ ആവേശപ്പെട്ട് എന്തോ പറഞ്ഞല്ലോ, ഞാൻ എടുത്തു ചാടിയല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഏതൊരു കാര്യത്തിലും സാവധാനതയുണ്ടായിരിക്കണം. ഉടനെ അവൻ എനിക്ക് കാശ് തന്നില്ലല്ലോ, അത് പോയത് തന്നെ എന്ന് തീരുമാനിക്കരുത്. നമ്മുടെ കാശ് എന്നായാലും നമുക്ക് തിരിച്ചു കിട്ടും. വാങ്ങിച്ചുകൊണ്ടു പോയവര് തീർച്ചയായും മടക്കിക്കൊണ്ടുവന്ന് തരും, മറന്നു പോവുകയില്ല. നാം അതോർത്ത് ദുഃഖിക്കരുത്, സമാധാനം നഷ്ടപ്പെടുത്തരുത്. അതേപോലെ കർത്താവ് നിങ്ങൾക്ക് നല്ലൊരു ജോലി തന്നിട്ടുണ്ടാവും, നിങ്ങളും നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ടാവും. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞാൻ ജോലി ഉപേക്ഷിക്കാൻ പോവാന്ന് പറഞ്ഞാൽ അത് വളരെ തെറ്റാണ്. കർത്താവ് നിങ്ങൾക്ക് നല്ലൊരു ജോലിയാണ് തന്നിട്ടുള്ളത്. നിങ്ങൾ സത്യസന്ധതയോടുകൂടി ആ ജോലി ചെയ്ത് അതിൽ ഉയരത്തിലെത്തണം. നല്ലപോലെ ജോലി ചെയ്ത ഉയർച്ച കാണാതെ ഞാൻ ജോലി ഉപേക്ഷിക്കാൻ പോവുകയാണെന്ന് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. ജോലി പോയാൽ നടുറോഡിൽ നിൽക്കേണ്ടി വരും. ഏതൊരു കാര്യമായാലും സാവധാനത ഉണ്ടായിരിക്കണം. ക്ഷമയോടെ ആലോചിച്ച് തീരുമാനമെടുക്കണം. ആവേശപ്പെട്ട് യാതൊരു തീരുമാനവും എടുക്കരുത്. ജോലിയാണെങ്കിൽ കർത്താവ് നമുക്ക് തന്ന ജോലിയിൽ സത്യസന്ധത പാലിച്ച് ഉത്തമമായ രീതിയിൽ അത് ചെയ്യണം. നിങ്ങൾ അങ്ങനെ ചെയ്ത് കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്തണം. അതുമാത്രമല്ല, വിവാഹ കാര്യങ്ങൾ കർത്താവ് സാധ്യമാക്കി തരുമ്പോൾ അത് നിങ്ങൾ ഏറ്റെടുത്ത് നടത്തണം. വിവാഹത്തിനായി കാത്തിരിക്കുമ്പോൾ കർത്താവ് ജീവിത പങ്കാളിയെ കൊണ്ടുവന്ന് തരും. കർത്താവ് കൊണ്ടുവരും. നിങ്ങളുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതാണ്. നല്ല ആലോചന വരും. അതേപോലെ യുവാക്കളും യുവതികളും നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ടതാണ്. നല്ലൊരു ജീവിത പങ്കാളിയെ എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടതാണ്. ധൃതി പിടിച്ച് നിങ്ങൾ തീരുമാനമെടുക്കരുത്. ധാരാളം പേരൻസ് ഇന്ന് നല്ല വിദ്യാഭ്യാസമുള്ള മക്കൾക്ക് പെട്ടെന്നൊരു കല്യാണം നടത്തണം, ആരുടെയെങ്കിലും കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് ധൃതി പിടിക്കാറുണ്ട്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. പല കുടുംബങ്ങളിലും ഇങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് മക്കളുടെ ജീവിതം വഴിയാധാരമായി പോകുന്നതും കാണാറുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പരിചയത്തിൽ ഒരു സഹോദരിയുണ്ട്. അവർ ഒരു നല്ല കുടുംബത്തിൽ ജനിച്ചവരാണ്. നല്ല വിദ്യാഭ്യാസമുണ്ട്. അവരുടെ വിവാഹം നടത്താൻ വേണ്ടി നല്ല സമ്പന്നനാണെന്നും പറഞ്ഞ് ഒരു സഹോദരന് അവളെ കെട്ടിച്ചയച്ചു. പക്ഷെ ആ വീട്ടിലേക്ക് മരുമകളായിട്ട് പോയതിനു ശേഷമാണ് അറിഞ്ഞത് ആ ഭർത്താവിന് മതിയായ വിദ്യാഭ്യാസവും ഇല്ല, പഠിത്തവും ഇല്ല, വിവരമൊന്നുമില്ല. ഈ കാര്യം അറിഞ്ഞപ്പോൾ ആ സഹോദരിക്ക് വല്ലാത്ത വിഷമമായി. എന്റെ മാതാപിതാക്കൾ എന്നെ ഇങ്ങനെ ഒരു പടുകുഴിയിൽ കൊണ്ടുപോയി തള്ളിയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു. ആ സഹോദരനാണെങ്കിൽ ഒരു കാര്യവും അറിയില്ല, പറഞ്ഞാലും മനസ്സിലാവില്ല. കൊച്ചുകുട്ടിയെ പോലെ എല്ലാ കാര്യങ്ങളിലും പെരുമാറുമായിരുന്നു. ആ സഹോദരന്റെ കൂടെ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ച് അവളുടെ ജീവിതം തന്നെ നരകതുല്യമായി മാറി. കാരണം പേരൻസ് ധൃതി പിടിച്ച് ആ വിവാഹം നടത്തിയത് കൊണ്ടാണ് അവൾക്കിങ്ങനെ അനുഭവിക്കേണ്ടി വന്നത്. പേരൻസ് ഒരിക്കലും ധൃതി പിടിക്കരുത് മക്കളുടെ വിവാഹ കാര്യത്തിൽ. ദൈവം മുൻപാകെ ഇരുന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. ദൈവം അനുയോജ്യമായത് കൊണ്ടുവരും. കാര്യങ്ങളെല്ലാം സാധ്യമാക്കി തരും. അതുവരെ ക്ഷമയോടെ ഇരിക്കണം. ധൃതി പിടിച്ച് ഏതൊരു കാര്യവും ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെയാണ് കുഞ്ഞിനെ എടുത്ത് വളർത്തുന്നതും. എനിക്കൊരു കുഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞ് നിങ്ങളുടെ ഭർത്താവിനോട് ഒരിക്കലും വഴക്കുണ്ടാക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവഹിതം എന്താണെന്ന് നിങ്ങൾ അറിയണം. ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഒരുപക്ഷെ ദൈവം വാക്ക് തന്നിട്ടുണ്ടാവും. വാക്ക് തന്ന കർത്താവ് തീർച്ചയായും അത് നിറവേറ്റും. അബ്രഹാമിന് കർത്താവ് വാക്ക് കൊടുത്തിരുന്നു. ഞാൻ നിനക്കൊരു കുഞ്ഞിനെ തരും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്ന് കർത്താവ് വാക്ക് നൽകിയിരുന്നു. അബ്രഹാമിന് കർത്താവ് നൽകിയ വാക്ക് നിറവേറുകയും ചെയ്തു. പക്ഷേ സാറ ക്ഷമയില്ലാതെ ആഹാരനെ അബ്രഹാമിന് കൊടുത്തതുകൊണ്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് അറിയാമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ധൃതി പിടിക്കരുത്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും അതെ. ദൈവഹിതം പോലെ എല്ലാം നടക്കും. ചിലർക്ക് വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ജനിക്കും, ചിലർക്ക് കുറെ കാലം കഴിഞ്ഞിട്ടായിരിക്കും കുഞ്ഞ് ജനിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നത്. ദൈവഹിതം ജീവിതത്തിൽ നിറവേറും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തരും. ആവശ്യപ്പെട്ട് തീരുമാനമെടുക്കരുത്. ഞാനൊരു കുഞ്ഞിനെ ദത്തെടുക്കാൻ പോവാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഭർത്താവിനോടത് പറയും. അദ്ദേഹം അത് വേണ്ടെന്ന് പറയുമ്പോൾ പിന്നെ തമ്മിൽ തല്ലാകും. അതിനായി നിങ്ങൾ തമ്മിൽ വഴക്കാകുമ്പോൾ കുടുംബത്തിലുള്ള സമാധാനമാണ് നഷ്ടപ്പെടുന്നത്. കർത്താവിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഗർഭഫലം തന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. മറ്റൊരു സഹോദരിയുടെ കാര്യം പറയാം. അവർക്ക് കുറെ വർഷങ്ങളായിട്ട് കുഞ്ഞില്ലായിരുന്നു. ഒടുവിൽ അവരെവിടെയോ ചെന്ന ഒരു കുഞ്ഞിനെ ദത്തെടുത്തു. സ്നേഹത്തോടെ ആ കുഞ്ഞിനെ വളർത്തി. തിറപ്പിൻവാസൽ പ്രാർത്ഥനയ്ക്കും ആ കുഞ്ഞിനെ കൊണ്ടുവരാറുണ്ട്. ഒടുവിൽ ആ കുഞ്ഞ് വളർന്നു വലുതായപ്പോഴാണ് അറിഞ്ഞത് ആ കുഞ്ഞിന്റെ 2 കണ്ണിനും കാഴ്ചയില്ലെന്ന്. 2 കണ്ണിനും കാഴ്ചയില്ല. കരഞ്ഞു, നിലവിളിച്ചു. പ്രിയമുള്ളവരെ, ഇങ്ങനെ ധൃതി പിടിച്ച് ഒരു കാര്യത്തിലും തീരുമാനമെടുക്കരുത്. ക്ഷമയോടെ, യേശു ക്ഷമയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്തതുപോലെ നമ്മളും ജീവിതത്തിൽ ക്ഷമാശീലത്തോടെ വിവേകത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യണം. നാം അങ്ങനെ ചെയ്യുമ്പോൾ
ദൈവം നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കും, നമ്മുടെ കുടുംബ ജീവിതത്തെ അനുഗ്രഹിക്കും, നമ്മുടെ ജീവിതത്തെ അഭിവൃദ്ധിപ്പെടുത്തും. നമുക്ക് നല്ല ജോലി തന്ന് അവൻ അനുഗ്രഹിക്കും. മക്കളുടെ വിവാഹ കാര്യങ്ങൾ നടത്തിത്തരും. ദൈവം നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ചെയ്യുമാറാകട്ടെ. നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള സ്വർഗസ്ഥനായ പിതാവേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയെ സ്തുതിക്കുന്നു യേശുവേ, സ്തോത്രമർപ്പിക്കുന്നു. ഈ നല്ല പരിപാടിക്കായി അങ്ങേക്ക് സ്തോത്രം പറയുന്നു കർത്താവേ. അങ്ങ് നൽകിയ വാക്കിനായി അങ്ങേക്ക് സ്തോത്രം പറയുന്നു. അങ്ങയുടെ വാക്കുകളിലൂടെ പരിശുദ്ധാത്മാവ് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും അങ്ങ് സംസാരിക്കണമേ കർത്താവേ. ജോലിയില്ലാത്ത മക്കൾക്ക് കർത്താവേ, ജോലിക്കായുള്ള ഒരു നല്ല വഴി അങ്ങ് തുറന്നു കൊടുക്കണമേ കർത്താവേ. നല്ല ജോലി നൽകി അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ജോലിയിൽ ഉയർച്ച നൽകണമേ. നല്ല വിദ്യാഭ്യാസം നൽകണമേ. വിവാഹത്തിനായി കാത്തിരിക്കുന്ന മക്കൾക്ക് നല്ല ജീവിത പങ്കാളികളെ നൽകി അനുഗ്രഹിക്കണമേ കർത്താവേ. മക്കളുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള നല്ല വിവാഹാലോചനകൾ കൊണ്ടുവരേണമേ. നല്ല കുടുംബ ബന്ധങ്ങൾ പടുത്തുയർത്തേണമേ കർത്താവെ. അങ്ങ് അങ്ങനെ ചെയ്യുന്നതിനായി അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവെ. ഗർഭഫലമില്ലാത്തവരോട് കരുണ കാണിച്ചവരെ അനുഗ്രഹിക്കണമേ. മനസ്സലിവ് തോന്നേണമേ കർത്താവെ. ഹന്നയോടങ്ങ് കരുണ കാണിച്ചില്ലേ? അവളുടെ ഗർഭത്തെ അനുഗ്രഹിച്ചില്ലേ കർത്താവെ? ആ ദൈവമല്ലേ അങ്ങ്? ഇവരുടെ ഗർഭപാത്രത്തെ തൊടേണമേ. ഗർഭഫലമുണ്ടാകുമാറാകട്ടെ. ഗർഭഫലമുണ്ടാകുവാൻ അനുവദിക്കാതെ ബുദ്ധിമുട്ടിക്കുന്ന അശുദ്ധാത്മാവുകളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുകയാണ് കർത്താവേ. ഇവരുടെ ഗർഭത്തെ അനുഗ്രഹിക്കണമേ. ഗർഭധാരണത്തിന് സഹായിക്കണേ കർത്താവേ. ഇവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റണമേ. ഇവരുടെ ദുഃഖം സന്തോഷമായി തീരട്ടെ കർത്താവേ. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ മക്കളായ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ. കുടുംബങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. കുടുംബങ്ങളിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ കർത്താവേ. അങ്ങ് അങ്ങനെ ചെയ്തതിനായി അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു നല്ല പിതാവേ. ആമേൻ, ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഏതൊരു കാര്യമായാലും നാം ധൃതി പിടിച്ച് തീരുമാനമെടുക്കരുത്. ക്ഷമയോടുകൂടി നാം കർത്താവിന്റെ മുൻപാകെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടത്തിത്തരും. മക്കളുടെ വിവാഹകാര്യം, ജോലിയുടെ കാര്യം, അതുപോലെ ഗർഭഫലം, കൂടാതെ കുടുംബകാര്യങ്ങൾ എല്ലാം തന്നെ കർത്താവ് നടത്തിത്തരും. ക്ഷമയോടുകൂടി നാം പെരുമാറേണ്ടതാണ്. സാവധാനത പാലിക്കേണ്ടതാണ്. ആവേശപ്പെടാൻ പാടില്ല. കർത്താവിന് മുൻപാകെ നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുന്നതാണ്. ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച നന്മകളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാക്കുറിപ്പുകൾ എന്തുതന്നെയായാലും അത് ഇമെയിലിലൂടെയോ അല്ലെങ്കിൽ കത്തുകളിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കാനും ഉപദേശങ്ങൾ നൽകാനും സഹോദരൻ മോഹൻ സി ലാസറസ് അവർകളും ദൈവ ശുശ്രൂഷകരും തയ്യാറായിരിക്കുകയാണ്. നാളെ ശനിയാഴ്ച സത്യം ടിവിയിലും ജീസസ് റെഡീംസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും സംപ്രേഷണം ചെയ്യാനിരിക്കുന്ന വരുവിൻ പ്രാർത്ഥിക്കാം എന്ന പരിപാടി മറക്കാതെ കാണുക. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ. For further details and prayer support, contact Jesus Redeems Ministries, Nalumavudi, Thoothukudi District, 628-211. Our phone number 04639 353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.